അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. കാതങ്ങൾ താണ്ടി കാടും മേടും പിന്നിട്ട് കയ്യിലൊരു മണിയും വടിയുമായി കിതച്ചോടിവരുന്ന ആ പഴയ അഞ്ചലോട്ടക്കാരനെ ഓർമ്മയുണ്ടോ? കാലം എത്ര മാറിയാലും മലയാളിയുടെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളിൽ ഒരാളാണ് പോസ്റ്റ്മാൻ. നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പോസ്റ്റ്മാൻമാരെ പരിചയപ്പെടുത്തുന്ന പുതിയ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം കൈമാറുന്ന ഓരോ സന്ദേശത്തിനും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. രാജഭരണകാലത്ത് അഞ്ചൽ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ തപാൽ സംവിധാനത്തിൽ നിന്ന് ഇന്നത്തെ പോസ്റ്റ് ഓഫീസ് വരെയുള്ള വളർച്ച അത്ഭുതകരമാണ്. ഇന്റർനെറ്റും മൊബൈലുമെല്ലാം വ്യാപകമാകുന്നതിനു മുൻപുള്ള അഞ്ചലോട്ടക്കാരനെ ഇന്നത്തെ തലമുറയിലെ പലർക്കും അറിയില്ല. കൊല്ലവർഷം 959 തിരുവിതാംകൂർ രാമവർമ്മ മഹാരാജാവാണ് സന്ദേശവാഹക ഏർപ്പാടിന് പരിഷ്കാരങ്ങൾ വരുത്തിയത്. ദിവാനായിരുന്ന കേണൽ മൻറോ ഈ സമ്പ്രദായത്തിന് അഞ്ചൽ എന്നു പേരിട്ടു. ഇതോടെ കൈമാറ്റം ചെയ്യാനുള്ള ഉരുപ്പടികൾ അഞ്ചൽ എന്നും വാഹകൻ അഞ്ചലോട്ടക്കാരൻ എന്നും അറിയപ്പെട്ടു. അഞ്ചൽ തറകൾ എന്നായിരുന്നു അഞ്ചൽ ഓഫീസിന്റെ വിളിപ്പേര്. അഞ്ചലോട്ടക്കാരൻ എന്നാൽ കാൽനടയായി തപാൽ എത്തിക്കുന്ന പോസ്റ്റ്മാൻ എന്നർത്ഥം. ഇയാളുടെ കത്തുകൊണ്ടുള്ള പോക്കാണ് അഞ്ചലോട്ടം. കാക്കിയുടുപ്പും മുണ്ടും തലക്കെട്ടുമായിരുന്നു വേഷം. അഞ്ചൽ സമ്പ്രദായത്തിന് കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചിരുന്നു. അഞ്ചലോട്ടക്കാരൻ ദിവസം 8 മൈൽ എന്ന പ്രകാരം മണിയൊച്ച മുഴക്കി വഴിയുടെ മധ്യഭാഗത്തുകൂടി ഓടണം. നിശ്ചിത ദൂരം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് സാധനങ്ങൾ കൈമാറും. രാത്രിയാത്രയ്ക്ക് സ്വയം രക്ഷയ്ക്ക് അഞ്ചൽ കുന്തവും കരുതും. കൈപ്പിടിയിൽ 4 കുടമണികൾ കെട്ടിയതാണ് അഞ്ചൽ കുന്തം. ഈ മണിക്കിലുക്കം കേട്ടാലറിയാം അഞ്ചൽ കുന്തം വരുന്നുണ്ടെന്ന്. അഞ്ചൽ ശിപായിക്ക് യാത്രാ തടസ്സമുണ്ടാക്കുന്നത് കുറ്റകരമായിരുന്നു അന്ന്. അഞ്ചൽ ഉരുപ്പടികൾക്ക് കൂലി നിരക്ക് ഏർപ്പെടുത്തിയത് തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ ടി മാധവരായരുടെ കാലത്തായിരുന്നു. 1860 മുതൽ തിരുവിതാംകൂറിൽ അഞ്ചൽ സേവനം നാട്ടുകാർക്കും കിട്ടിത്തുടങ്ങി. 1866 ഉരുപ്പടികൾക്ക് രജിസ്ട്രേഷൻ രീതി നിലവിൽ വന്നു. 1791 കൊച്ചിയിൽ അഞ്ചൽ സമ്പ്രദായം വന്നെങ്കിലും നാട്ടുകാർക്ക് സേവനം കിട്ടുന്നത് 1885 1892 കൊച്ചിയിൽ സ്റ്റാമ്പ് വരുന്നത്. കത്തുകൾ ശേഖരിക്കുന്നതിന് അങ്ങാടിക്കടുത്ത് അഞ്ചൽ പെട്ടികളും സ്ഥാപിച്ചു. ഇന്ത്യയിൽ 1846 മുതൽ 1904 വരെ കാളവണ്ടികൾ തപാൽ കൈമാറ്റത്തിന് ഉപയോഗിച്ചിരുന്നു. ടാക് ഗാഡി എന്നറിയപ്പെട്ടിരുന്ന കുതിരവണ്ടികളും പ്രചാരത്തിലുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്മാൻമാർ നിലവിൽ വന്നു. ഇന്ത്യയിൽ തപാൽ എത്തിയത് 1766 1774 ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്തയിൽ സ്ഥാപിതമായി. സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയ്ക്കിടയിലും നമ്മുടെ നിത്യജീവിതത്തിൽ പോസ്റ്റ്മാൻമാർക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇമെയിലും വാട്സാപ്പും സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ എത്തിക്കുമെങ്കിലും ആധാരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട്, കോടതി രേഖകൾ തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ സുരക്ഷിതമായി എത്തിക്കാൻ ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത് തപാൽ വകുപ്പിനെയാണ്. വെറുമൊരു വിതരണക്കാരൻ എന്നതിലുപരി ഉത്തരവാദിത്തമുള്ള ഒരു കണ്ണിയായി മാറുകയാണ് ഇവിടെ പോസ്റ്റ്മാൻമാർ. ഇന്നത്തെ പോസ്റ്റ്മാൻമാർ കത്തുകൾ എത്തിക്കുന്ന ആൾ മാത്രമല്ല. പോസ്റ്റ് ഓഫീസിലെത്താൻ ബുദ്ധിമുട്ടുന്ന മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകാനും ആധാർ സേവനങ്ങൾക്കും പോസ്റ്റൽ ബാങ്കിംഗ് സേവനങ്ങൾക്കും പോസ്റ്റ്മാൻമാർ മുൻകൈയെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഗ്രാമങ്ങളിൽ ഓരോ വീടിന്റെയും അവസ്ഥയറിയുന്ന വീട്ടിലെ ഒരംഗത്തെപ്പോലെ സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ് പോസ്റ്റ്മാൻ. സ്ക്രീനിലെ അക്ഷരങ്ങളെക്കാൾ ഒരു കത്തിലെ കൈപ്പടയ്ക്ക് നൽകാൻ കഴിയുന്ന വൈകാരിക മൂല്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാലം ഡിജിറ്റലായി മാറിയെങ്കിലും പോസ്റ്റ്മാൻ എന്ന വ്യക്തിയുടെ പ്രസക്തി കുറഞ്ഞിട്ടില്ല. മറിച്ച് പുതിയ കാലത്തിനനുസരിച്ച് ഹൈടെക് സേവനങ്ങളുമായി അവർ നമ്മോടൊപ്പം തന്നെയുണ്ട്.
വിവിധ കാലങ്ങളായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ വിവിധ തൊഴിലാളികളെ, അനവധി വ്യക്തിത്വങ്ങളെ റേഡിയോ മാറ്റൊലി പരിചയപ്പെടുത്തുകയുണ്ടായി. ഈ പരിപാടിയിലൂടെ വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിലെ പോസ്റ്റ്മാൻമാരെയും അവരുടെ ജീവിതത്തെ, ഓർമ്മകളെ, അനുഭവങ്ങളെയൊക്കെ പരിചയപ്പെടുത്താനുള്ള ശ്രമം മാറ്റൊലി ഇവിടെ ആരംഭിക്കുകയാണ്. യാതൊരു ഗൂഗിൾ മാപ്പിന്റെയും സഹായവുമില്ലാതെ തന്നെ ഓരോ പ്രദേശവും ഓരോ വീടും ഹൃദ്യമായി അറിയുന്ന പോസ്റ്റ്മാൻമാരുടെ ജീവിതത്തെ ഈ പരിപാടിയിലൂടെ നമുക്കടുത്തറിയാൻ ശ്രമിക്കാം. മഴയും മഞ്ഞും വെയിലും വകവയ്ക്കാതെ അവർ നടന്നു തീർക്കുന്ന ദൂരങ്ങൾ നമ്മുടെ സന്തോഷത്തിനു വേണ്ടി കൂടിയായിരുന്നു. തപാൽ മേഖലയിലെ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിശ്രമജീവിതം നയിക്കുന്ന കാട്ടിമൂല മാമ്പയിൽ പാലോട്ട് വീട്ടിൽ കുഞ്ഞാമനാണ് അഞ്ചലോട്ടം പരിപാടിയിൽ നമ്മുടെ ആദ്യത്തെ അതിഥി. നീണ്ട 36 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും നമുക്കായി പങ്കുവയ്ക്കുന്നു. മുൻമന്ത്രി PK ജയലക്ഷ്മിയുടെ പിതാവ് കൂടിയാണ് ഇദ്ദേഹം. നമസ്കാരം. റേഡിയോ മാറ്റ്ലിയുടെ പോസ്റ്റ്മാൻമാരെ പരിചയപ്പെടുത്തുന്ന പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളെ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എന്റെ പേര് കുഞ്ഞാമൻ പി, പാലോട്ട് ഹൗസ്, ഒരു വയനാട് PO, കാട്ടിമൂല, മാമ്പേ. പോസ്റ്റ്മാനായി വിരമിച്ച ഒരാളാണല്ലോ. അതെ. എത്ര വർഷം ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തിരുന്നു? പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ 36 വർഷം, പോസ്റ്റ്മാനായിട്ട് 17 വർഷം. എന്നാണ് തുടങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ? ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം 1980. 80-ലാണ് അല്ലേ? എങ്ങനെയായിരുന്നു അന്നേരം ഈ ഒരു നിയമനം ലഭിച്ചത്? അന്ന് ഇന്റർവ്യൂ കിട്ടിയതാണ്. അന്ന് EDD ആയിട്ട്, ഡെലിവറി ഏജന്റ് ആയിട്ട് പോരൂർ വയനാട് പോസ്റ്റ് ഓഫീസില് പുതിയ പോസ്റ്റ് ഓഫീസ് തുറക്കുന്നതാ. അതോടൊപ്പം തന്നെ എനിക്ക് വന്നൊരു ജോലി കിട്ടി EDD ആയിട്ട്. ജോലി കിട്ടിയപ്പോ സന്തോഷായിരുന്നോ? ഇഷ്ടത്തോടെയാണോ ഈ ഒരു ജോലി തെരഞ്ഞെടുത്തതെന്ന്? സന്തോഷത്തോടെയാണ്. അന്ന് തലപ്പുഴ പോസ്റ്റ് ഓഫീസിൽ, സബ് പോസ്റ്റ് ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ നടന്നത്. അന്ന് നടന്നപ്പോ കുറെ വിദ്യാർത്ഥികളുണ്ട്, കുട്ടികളുണ്ട്. അപ്പം പിന്നെ ജോലി എന്നെ തെരഞ്ഞെടുത്തു. ഭയങ്കര സന്തോഷം. പിന്നെ പുതിയ പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ട് അതിലേറെ സന്തോഷം. അങ്ങനെ ജോയിൻ ചെയ്തു. അന്നെല്ലാം കത്തുകൾ കുറവാണ്, എന്നാലും ഉണ്ട്, കുറെ ഏരിയ ഉണ്ട്. കുറെ എങ്ങനെയായിരുന്നു കത്തുകൾ കൊണ്ടുകൊടുത്തിരുന്നത്? ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നോ? നടന്നായിരുന്നോ? അന്ന് വാഹനമൊന്നുമില്ല. അന്ന് 1980 അന്ന് വാഹനമൊന്നുമില്ല. അത് നടന്നു പോയിട്ട്, നടന്ന ഓരോ വീടുകളിലും പോയിട്ട് പിന്നെ കൊടുക്കുകയായിരുന്നു. നടന്ന് കത്തെല്ലാം വരും. ഒരു 11 മണിയാകുമ്പോൾ മെയിൽ വരും, തപാൽ വരുമ്പോ അതെല്ലാം ഞങ്ങളുടെ മാസം ഞാനും കൂടിയിട്ട് പിന്നെ മെയിൽ ബാഗ് പൊട്ടിച്ച് അതിൽ കത്തെടുത്ത് സീലടിച്ച ശേഷം നമ്മള് അതെടുത്ത് ഓരോ ലൈനിൽ ഓരോ റൂട്ട് അനുസരിച്ചാ പോകുമ്പോ ഇങ്ങനെ ഓരോ റൂട്ട് അനുസരിച്ച് പോകുമ്പോ ഓരോ അടിച്ച് അതിനെ കണക്കാക്കി അടുക്കി വെച്ചിട്ട് മണി ഓർഡർ, റേഷ്യേഡുകള്, പിന്നെ കത്തുകള് എല്ലാം പിന്നെ അടിക്കടിക്ക് വെച്ചിട്ട് അതനുസരിച്ചിട്ടാ പോവാ. ഇങ്ങനെ പോയി ചുറ്റി കറങ്ങി വൈകുന്നേരം ആവും. നമുക്ക് 4 മണിക്കൂർ ഡ്യൂട്ടിയേ ഉള്ളൂ. എങ്കിൽ പോലും നമ്മള് പിന്നെ നടന്ന് വരുമ്പോഴത്തേക്ക് ദിവസം കംപ്ലീറ്റ് തീരും. എന്നിട്ട് തീരില്ല, ബാക്കി കത്തണ്ട, തീരില്ല. കുറെ ഏരിയ ഉണ്ട്. അന്ന് ശമ്പളങ്ങൾ 98 രൂപ മറ്റേ ശമ്പളമുള്ളൂ അന്ന്. അന്ന് തീരെ കുറവാണ്. EDD അല്ലേ, ശമ്പളം 98 രൂപ അല്ലേ? അത്രേ ഉള്ളൂ. ചെറിയ പൈസയേ ഉള്ളൂ. പിന്നെ ഗവൺമെന്റ് ജോലിയല്ലേ, അപ്പൊ അത് കളയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തു. അങ്ങനെ അപ്പൊ 89 പിന്നെ ഞാൻ പരീക്ഷ എഴുതി. 89 പരീക്ഷ എഴുതി പാസ്സായി. ഒറിജിനൽ പോസ്റ്റ്മാനായി. പിന്നെ 21/10/89 ഷൊർണൂർ ജംഗ്ഷനില് സബ് പോസ്റ്റ് ഓഫീസിൽ ജോലി
ജോലിക്ക് പ്രവേശിച്ചു. ആ 21/10/1989. അന്നൊരു ക്രിസ്മസ് കാലാ. അന്ന് ഭയങ്കര പണിയുള്ള സമയമാണ്. അന്ന് ഇവിടുന്ന് പോയി അവിടെ നിന്ന് കണ്ടമാനം ലെറ്റേഴ്സുകളും രജിസ്റ്റേർഡുകളും മണി ഓർഡറുകളും എല്ലാം ഉണ്ട്. അപ്പം അന്ന് അവിടെ പകരം വർക്ക് ചെയ്തൊരു ആളുണ്ട്. അയാളെ കൂട്ടിയിട്ട് ഇതെല്ലാം പോയി നടന്ന് കണ്ട് അയാളെ കൂട്ടിയിട്ട് വർക്ക് ചെയ്ത്. പിന്നെ കൂലിക്ക് ആളെ കൂട്ടിയിട്ടാണ് നമ്മള് എല്ലാം വർക്ക് ചെയ്തത്. എല്ലാം ഓരോ ഏരിയയില്. പുതിയൊരു സ്ഥലത്ത് എത്തിയപ്പോ അവിടെ അറിയാത്തൊരു സ്ഥലമാണല്ലോ, ബുദ്ധിമുട്ടിയോ ആദ്യമൊക്കെ? അതെ, ഭയങ്കര ബുദ്ധിമുട്ട്. ചെറിയ ബുദ്ധിമുട്ടല്ല, ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ആളെ കിട്ടും, ഔട്ട്സൈഡറായിട്ട് ആളെ കിട്ടും. നമുക്ക് കൂലി കൊടുത്തിട്ട് പിന്നെ ഏരിയ റൂട്ട് കാണിച്ചു തരണം. റൂട്ട് കാണിച്ചു തന്നിട്ട് ആ റൂട്ടിൽ പോയിട്ട് ഓരോന്ന് വായിച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്നാലും തീരുമില്ല. 3 മണിയാകുമ്പോ അവിടെ 8 മണിക്ക് ആഫീസ് തുറക്കാം. ഷൊർണൂര് 8 മണിക്ക് ആഫീസ് തുറക്കും. പിന്നെ 7:30 മണിക്ക് മെയിൽ വരും. 7:30 മണിക്ക് മെയിൽ വന്നു കഴിഞ്ഞാല് എല്ലാവരും പോസ്റ്റ് മാഷും ഉള്ള സ്റ്റാഫ് എല്ലാം കൂടിയിട്ട് മെയിൽ ബാഗ് മാഷ സാന്നിധ്യത്തിൽ മെയിൽ ബാഗ് തുറന്ന് മേശപ്പുറത്ത് വേറിയിടും. അപ്പൊ എല്ലാരും കൂടിയിട്ട് സോർട്ട് ചെയ്യും. കുറെ BA ഉണ്ട്, BAയിലേക്കുള്ള മാറ്റിയിടും. നമ്മള് പിന്നെ ആ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട കത്ത് ഞങ്ങളെല്ലാം സോർട്ട് ചെയ്ത് ഇടും. അവർ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ ജീവനക്കാരനുണ്ട്. അവർ ഈ കത്തെല്ലാം അടിച്ചിട്ട് പോസ്റ്റ്മാൻമാരുടെ മേശപ്പുറത്തോട്ട് വിളിക്കും. അത് എന്നിട്ട് അവിടെ നിന്ന് പോസ്റ്റ്മാൻമാരെല്ലാം കൂടി സോർട്ട് ചെയ്ത് ഓരോരുത്തർക്കുള്ള കത്തെല്ലാം എടുത്ത് അടുക്കി വെക്കും. ഓരോ റൂട്ട് അനുസരിച്ച് അടുക്കി വെച്ചിട്ട് നമ്മള് പിന്നെ അപ്പോഴത്തേക്കും റേഷ്യേഡ് ഉണ്ടാവും. റേഷ്യേഡ് കുറെ ഉണ്ടാവും. റേഷ്യേഡ് 100 റേഷ്യേഡൊക്കെ ഉണ്ടാവും. റേഷ്യേഡ് ചേർക്കണമല്ലോ. എല്ലാം റേഷ്യേഡ് കൗണ്ടറിൽ ആളുണ്ട്. അവർ എല്ലാം തരംതിരിച്ചു കൊടുത്താൽ അതെല്ലാം ചേർത്ത് വരും. അതോടൊപ്പം തന്നെ മണി ഓർഡർ കൗണ്ടർ വേറെ. അത് അവരെല്ലാം മണി ഓർഡർ നമ്മുടെ എല്ലാം സോർട്ട് ചെയ്ത് കൊടുത്താൽ അത് ഓർഡറിലായിട്ട് ചേർത്ത് വരും. അങ്ങനെ പോസ്റ്റ് ബുക്കിൽ അതിൽ ചേർത്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും 10 മണിയാവും. 10 മണിക്ക് ഞങ്ങൾ ഓരോ റൂട്ടിൽ പോവാണ്. ഓരോരുത്തർ പോവാണ്. എനിക്ക് ടൗൺ ബീറ്റാണ് എനിക്കുള്ളത്. ഷൊർണൂർ ടൗൺ ആണ് എനിക്കുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൊടുത്ത് 10 മണിക്ക് ഇറക്കി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് കൊടുത്ത് റൂട്ടിൽ പോയി നമ്മൾ ചിരിക്കുന്ന മുഖം, അതാണ് പോസ്റ്റ്മാന്റെ ഒരു ഗുണം. ചിരിക്കുന്ന മുഖം സന്തോഷത്തോടായിരിക്കണം നമ്മള് ഡ്യൂട്ടിക്ക് ഇറങ്ങുക. നമ്മള് കത്തെല്ലാം ലൈനടിച്ച് വെക്കുമ്പോ നമ്മള് എല്ലാം നോക്കി റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിറം മാറണം. നമ്മൾ ശരിക്കും ചിരിക്കുന്ന മുഖമായിരിക്കണം, സ്നേഹമുള്ള മുഖമായിരിക്കണം. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് ഓരോരുത്തരുടെ കടയിൽ ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ ലെറ്റർ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം. അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പോസ്റ്റ്മാൻ ഏറ്റവും വലിയ ഗുണമാണത്, കാര്യങ്ങളാണ്. സാങ്കേതികവിദ്യ ഇത്രത്തോളം വളരുന്നതിനും മുൻപേ മനുഷ്യബന്ധങ്ങളെ കത്തുകളിലൂടെ കോർത്തിണക്കിയ പഴയ കാലത്തെക്കുറിച്ചും 36 വർഷത്തെ ജോലി അനുഭവങ്ങളെക്കുറിച്ചും ഇനിയും ഒട്ടേറെ അദ്ദേഹത്തിന് പറയാനുണ്ട്. കാട്ടിമൂല, മാമ്പയിൽ, പാലോട്ടുവീട്ടിൽ കുഞ്ഞാമന്റെ കൂടുതൽ ഓർമ്മകളും അനുഭവങ്ങളും അഞ്ചലോട്ടത്തിന്റെ അടുത്ത അധ്യായത്തിൽ തുടർന്ന് കേൾക്കാം. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ, ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. पुष्पा कुमारी.